മുത്തുമണികളെ എന്താ പാടെ നമ്മളിന്നത്തെ ഇവർക്ക് ഇന്നലത്തെ എടുത്ത ബാലൻസ് വീട്ടിലുള്ള വർക്കും അതേപോലെ തന്നെ അതിൻ്റെ വലത്തെ ഭാഗത്തുള്ള വീടില്ലേ ഈ വീട്ടിലുള്ള വർക്ക് നമുക്കെന്നുള്ളത് രണ്ട് വീട്ടിലും കൂടി ഉള്ള വർക്ക് ഇന്ന് കലാസക്കൊട്ടാണ്. നനച്ചുള്ളി പണീൻ്റെ ലാസ്റ്റ് കലാസക്കൊട്ടി രണ്ട് വീട്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്ത് തീർക്കണേ. മാഷാ അല്ലാ, നല്ല അടിപൊളി വീട്, രണ്ടും നല്ല വൈബ് വീട്. മാഷാ അല്ലാ, കൊല്ലും മാഷാ അല്ലാ, സുന്ദരിയുമായ വീട്, രണ്ട് വീടും. ഇതുപോലെ തറവാടാണ് ഈ വൈറ്റ്, അത് അടുത്ത വേറൊരു മോൻ്റെ വീടാണ്. നമുക്ക് ഈ വീട്ടിലുണ്ട് വർക്ക്. ആദ്യം ഈ വീട്ടിലാട്ടോ, ഏത് ഈ വൈറ്റ് വീട്ടിൽ, പിന്നെ ഈ വീട്ടിലെ വർക്കാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ ഈ വീട്ടിലെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് തന്നെ. ഓ മാഷാ അല്ലാ, പൂവൊക്കെ നല്ല വിരിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. ഈ വീട്ടിലെ വർക്കാണ് നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന വർക്ക്. എന്തൊക്കെ വർക്കുകളെന്ന് നമ്മൾ ശരിക്കും കാണിച്ചു തരട്ടോ. ഈ ആദ്യത്തെ വീട്ടിൽ നമുക്ക് അല്ലറ ചില്ലറ ഒരുപാട് വർക്കുകളുണ്ട്, അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മുത്തുമണികളെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമ്മളെ ലാസ്റ്റ് നനച്ചുറുവിൻ്റെ കലാസക്കൊട്ട് വർക്കണത്. മാഷാ, നല്ല വീടാണ്. എന്നും ഈ സുന്ദരനും സുന്ദരിയുമായി നിലനിൽക്കട്ടെ. വീടിങ്ങനെ കണ്ടോളി, പൂവ് കണ്ടോളി. ആദ്യം ഒരു മാഷാന്ന് പറഞ്ഞാൽ കേട്ടോ, പിന്നെ പൂവ് നാളെ ഉണങ്ങി പോയാൽ ഞാൻ കുടുങ്ങും. പിന്നെ നമ്മൾ അടുത്ത വീടുണ്ടല്ലോ, ഈ വീട്ടിൽ ഒരുപാട് വർക്ക് ഉണ്ട്. ഈ വീടിൻ്റെ മോഡലും കണ്ടോളി. മാഷാ അല്ലാ, ഒന്നൊന്നിന് മെച്ചപ്പെട്ട ഓരോ മോഡലുകൾ, അടിപൊളി വൈബ് വീടാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീട്ടിലെ വർക്ക് തട്ടോ, ആ വൈറ്റ് വീട്ടിലെ വലിയ വീടില്ല, വട വീട്ടിലെ വർക്ക്. ഈ കാണുന്ന ഓപ്പൺ ഡ്രസ്സിൽ മേലെ സീറ്റ് ഇട്ടതിൻ്റെ അടിയിൽ ചെറിയ റാക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് പൊടിയും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, തട്ടി സെറ്റാക്കി കൊടുക്കണം. ഒരുപാട് ഇനം പൊടികളുണ്ട്. ഈ രണ്ട് വീട് നല്ല വൃത്തിയിൽ പോകണ വീട്ടുകാരാട്ടോ. ഓൽക്കൊരു ചുള്ള് ചടിയും പൊളിയൊന്നും ഓടിണ്ടാൻ പാടില്ല. ഇനി ഉണ്ടായാലും ഇല്ലെങ്കിലും വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് ഈ വീട്ടുകാരെ മെയിൻ ഉദ്ദേശം. അങ്ങനെ തന്നെയാണ് നമ്മൾ വീട് വേണ്ടത്. ഇതേപോലത്തെ വലിയ വലിയ വീടുകൾ നമ്മളെപ്പോഴും വൃത്തിയായി കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റും നമുക്ക് താമസിക്കാനും എല്ലാം കൊണ്ട് ഒരു സുഖമാണ്, ഒരു മട്ടാണ് നമ്മൾ കാണാൻ തന്നെ. അത് തട്ടിയിട്ട് അടുത്ത വർക്ക് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ടല്ലേ ഞങ്ങൾ ചെറിയ കറുപ്പടയാളങ്ങൾ, അത് തോത്തണം എന്ന് പറഞ്ഞത്. ഇൻസാ നമുക്ക് തോത്താറിന് പോണത് തോത്തിയാൽ മതി, അല്ലാത്ത നമുക്ക് ഇനി അടുത്ത പൈൻറ്റിങ്ങിൽ പോക്കാറിന്. ചിലത് നമ്മൾ സാധാരണ നോർമലോ വരുത്തിയാൽ പോകില്ല, നമ്മൾ കൂടുതലും വരുത്താൻ പറ്റില്ല, പൈൻ്റെ പോരും. അപ്പം ചെറുതായിട്ട് നമ്മൾ വരുത്തിയിട്ട് ഒരുവിധമുള്ളതൊക്കെ നമ്മൾ പോക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് അത് പോക്കാനുള്ള ശ്രമത്തിന് വേണ്ടി പോവുകയാണ്. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമ്മൾ വർക്ക് ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മൾ സെറ്റാക്കുമല്ലോ. ഇൻഷാ അല്ലാ സെറ്റാക്കണം. അങ്ങനെ നമ്മൾ ഫേരി കുപ്പിയിലാക്കി കൊണ്ടുവന്ന് കുലുക്കി സർബത്താക്കി, ജ്യൂസൊന്നുമല്ല കേട്ടോ, അത് അടിച്ചിട്ട് മെല്ലെ മെല്ലെ തുടച്ചെടുക്കും. അപ്പോൾ ഏകദേശമൊക്കെ പോരുണ്ട്, ചില കറകൾ മാത്രമേ ഉള്ളൂ പോരാത്തുള്ളൂ. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് തോത്തണ്ട, ഒരുവിധം പോരിനെ പോന്നാൽ മതിയായിരുന്നു. പിന്നെ അടുത്ത വർക്കാണ് നമുക്ക് ഈ ഗ്ലൂ കട്ടിങ് ഇല്ലേ, തേപ്പിൽ. ഈ ഗ്ലൂ കട്ടിൻ്റെ ഇടയിൽ ഒരുപാട് പൊടികളുണ്ട് പറഞ്ഞ്, ചെറിയ പൊടിയുള്ളൂ. അതേ പറഞ്ഞ ഈ വീട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന വീടാണെന്ന്. നല്ല നീറ്റ്, നല്ല അടിപൊളി വീടാണ്. ഇവരെന്താണ് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യട്ടോ, അതാണ് ഇത്ര വൃത്തിയുണ്ടാകാൻ കാരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. നമ്മൾ ഓരോ ഗ്ലൂ കട്ടിങ്ങിൻ്റെ ഇടയിലുള്ള പൊടികൾ ഇങ്ങനെ നമ്മൾ തോത്തി വിരലേക്കിട്ട് വിരലുമ്പോൾ സീല ചുറ്റി ഇങ്ങനെ ഓരോന്നോരോ നമ്മളിങ്ങനെ സെറ്റാക്കി ഫുള്ള് വൃത്തിയാക്കി കൊടുക്കും. കസ്റ്റമർ ഇതൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ കേട്ടു. നമുക്കൊരു അഭിപ്രായം കസ്റ്റമറോടില്ല. കസ്റ്റമർ ഹാപ്പിയാണോ അപ്പോഴേ നമ്മൾ ഹാപ്പിയുള്ളൂ. പിന്നെ പോർച്ചിലുണ്ട് അതിനൊരു ലൈറ്റ് തൂങ്ങിയെടുക്കണേ, അപ്പോൾ അതൊന്ന് തോത്തി സെറ്റാക്കണം. ആയിക്കോട്ടെ കാരണം ഇത് വണ്ടി നിർത്തുന്ന പോർച്ചാണ്. അപ്പോൾ നമ്മളതെന്ത് ചെയ്യും, തോത്തി മിനുക്കി സുന്ദരനാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ കുറവിൽ ലൈറ്റട മങ്ങാൻ പാടില്ല. ഇനി സൂര്യ ഉച്ചാതി ഉദിക്കണത് രാത്രി ആയാലേ അയ്യാതി തോത്തൽ നമ്മൾ തോത്തി അതുകൊണ്ട് ഓണാക്കിയ ഇതിപ്പോൾ പകലായോ എന്നാണ് തോന്നുന്നത് പേരക്കാർക്ക്. അതേപോലെ നമ്മൾ തോത്തിന് കേട്ടോ, അതേ കണ്ടീഷനിൽ നമ്മൾ ഒരു 2-3 സീലിട്ടാ തോത്തിന് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് ഇറങ്ങുള്ളൂ അവിടുന്ന്. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മറ്റേ വീട്ടിൽ ചെയ്യാനുള്ള വർക്കുകൾ. എന്തൊക്കെ വെച്ചാൽ ഈ കാണുന്ന ജനവാതിലുകൾ, ആ ജനവാതിൽ അത് നമ്മൾ 2 വീടുണ്ട് പറഞ്ഞല്ലോ, ഇതാണ് അടുത്ത വീട്, ലാസ്റ്റ് ഫൈനൽ വീട്. ഈ വെഞ്ചനേറ്റർ
ഇതിൻ്റെ ഗ്യാപ്പിലുള്ള മാറാലകൾ ഒക്കെ കാണിച്ചു തരാം. എന്തൊക്കെ നമുക്ക് ഈ വീട്ടിലുള്ള വർക്കുകൾ അതൊക്കെയാണ്. ഈ ഗ്ലാസിൻ്റെ ടോപ്പ് നമ്മൾ കാണിച്ചു തരട്ടെ. ബിഫോർ ആഫ്റ്ററൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് നമ്മൾ മുകളിൽ കൂടെ പോയി ചെയ്യും. ഇതൊക്കെ കണ്ടില്ലേ. ഒന്നാമത് കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളായതുകൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടായാണ് നിന്നതാണ് സംഭവം. എല്ലാം തന്നെ ഇബല എല്ലാ വീടും ഇബല വീടൊക്കെ എന്തോ ഒരു നീറ്റാ ഉള്ള കാണാം. സുന്ദരിയാണ് വീടിൻ്റെ ഉൾഭാഗമൊക്കെ. ഇങ്ങനെ ടാസ്ക് ആയതുകൊണ്ട് ആളെ കിട്ടാത്ത ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വൈകുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സെറ്റാക്കി കൊടുക്കും. പിന്നെ ഈ കാണുന്ന ജനവാതിലുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, തോത്തി സെറ്റാക്കണം കേട്ടോ. മുകളിലത്തെ കേട്ടോ, അടിയത്തില്ല. മാറാലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഒക്കെ നമ്മൾ സെറ്റാക്കും. എത്ര ജനവാതിലാണോ അതൊക്കെ നമ്മൾ സെറ്റാക്കും കേട്ടോ. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ആദ്യം തന്നെ നോക്കില്ല, വലിയ ജനാല നോക്കിയാണ് പിടിച്ചിട്ട് കമ്പിയും പിടിച്ചാണ്ട് തൂങ്ങി വലിഞ്ഞാണ്ട് കയറി. ഏത് ടാസ്ക്കായാലും വർക്ക് നമ്മൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മൾ സെറ്റാക്കി കൊടുക്കും. ഇതിൻ്റെയൊക്കെ ബിഫോർ ആഫ്റ്റർ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെടുത്ത പണിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് അറിയണമല്ലോ. വെറുതെ കയറി കഴിയുമ്പോൾ 4 സീലിട്ട് വരുത്തിയിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടല്ല, നമ്മൾ എടുക്കണ പണിയിൽ എന്തെങ്കിലും സത്യസന്ധമായ പണി എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന മുത്തുമണികൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണട്ടോ. ഒക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വർക്കിൻ്റെ ബിഫോർ ആഫ്റ്റർ കാട്ടാൻ പറ്റിയതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സെറ്റാക്കി കൊടുക്കും നമ്മൾ. അങ്ങനെ തോത്തി ഉള്ളു 2 സീലിട്ട് തോത്തിട്ട് നമ്മൾ 2 സീലിട്ട് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ഇനി ഗ്ലാസ് തോത്തിന് പേപ്പർ ഇട്ടാണ്ട്. ചില ഗ്ലാസ് നമ്മൾ പേപ്പർ ഇട്ടാൽ കിട്ടും, ഒരു പേപ്പറിലുള്ളൂ കിട്ടും. ചിലത് നമുക്ക് ആദ്യം സീൽ ഇടേണ്ടി വരും, പിന്നെ പേപ്പർ 2 3 ഇടേണ്ടി വരും. ഓരോ ഗ്ലാസ്സിനനുസരിച്ചൊക്കെ ഉണ്ടാവും റിസ്ക്. ഇനി ഏത് റിസ്ക്കിലാണ് നമ്മൾ ഒരു കൈ അവിടെ ലോക്ക് ഇട്ടാണ്ട് ഒരു കാലുകൊണ്ടും ഒരു കൈ കൊണ്ടൊക്കെയാണ് ജനവാതിൽ പിടിച്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വർക്ക് ഏറ്റെടുത്താൽ എന്ത് ചെയ്താലും വേണ്ടില്ല, കസ്റ്റമറിനെ നമ്മൾ സെറ്റാക്കി തിരുപ്പതിയാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വൈബ് വർക്ക് ഇതിനൊക്കെ എടുക്കുന്നത്. അടുത്ത പിന്നെ നമ്മളെന്ത് ചെയ്ത് ബേക്ക് ഭാഗത്തുള്ള മാറാലൊക്കെ തട്ടിട്ടോ. അതായത് ഇനി ബേക്ക് ഭാഗത്ത് ജനാതിൽ തോത്തുള്ളത്, മുന്നത്തെ ജനാതിൽ തോത്തി കഴിഞ്ഞതാണ്. മാറാലൊക്കെ നമ്മളൊരു സ്ഥലത്ത് മാത്രമേ കാട്ടുള്ളൂ, ജനവാതിലും. അപ്പോൾ അവിടെ ചെയ്ത അതേപോലെ നമ്മൾ ഇവിടെ ഈ ജനവാതിൽ തോത്തിട്ടോ. നമ്മൾ വീഡിയോസിൽ കാട്ടിയിട്ടില്ല, അവിടെ ചെയ്ത അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ബിഫോർ കേട്ടോ. ബിഫോർ ശരിക്കും ഉണ്ടല്ലോ മുത്തുമണികളെ ബിഫോർ ഓവറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഇതില്ല. പക്ഷേ സൈഡിൽ നോക്കുമ്പോൾ നല്ല സംഗതി ഉണ്ട്. ഇതാണ് ഇതിന് ബിഫോർ. ചെറിയ ചെറിയ പൊടികൾ ഉണ്ടല്ലേ, ശരിക്കും നോക്കി ഉണ്ടല്ലേ, ആ പൊടികളാണ് സംഭവം. ഇനി ഇതിന് ആഫ്റ്റർ ഉണ്ടോളി. അപ്പോൾ ഒന്നുകൂടി ക്വാളിറ്റി നിങ്ങൾക്ക് ശരിക്കും കാണാം എത്രത്തോളം മാറ്റം ഉണ്ടെന്ന്. ബിഫോറാണ്. ഇതാ ആഫ്റ്റർ കണ്ടോളി. ആഫ്റ്റർ കണ്ടോളി മുത്തുമണികളെ, ആഫ്റ്റർ കണ്ടോളി. സെറ്റാക്കി കൊടുത്ത നമ്മൾ ആഫ്റ്റർ. ഇതാണ് ആഫ്റ്ററിൻ്റെ ജനവാതിലിൻ്റെ ആഫ്റ്റർ. ഈ ഗ്ലേസിങ്ങനെ കൂട്ടിയെടുക്കും നമ്മൾ. ഇത് കണ്ടില്ലേ, അങ്ങേപുറത്തെ പേര്, അതിൻ്റെ അങ്ങേപുറത്തെ പേരും കാണും. സൂം ചെയ്താൽ എന്തൊക്കെ അവിടെ നടക്കണ വരെ കാണാൻ പറ്റും കേട്ടോ. ആ പിലാകുമ്പോഴുള്ള ചക്ക വരെ കാണും. ചക്ക കായ്ച്ചണ സമയത്ത് കേട്ടോ. അല്ലാത്ത സമയത്ത് ചക്ക കാണില്ലല്ലോ, എല്ലാത്ത തീയതി പിലാവാണ് കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ പൊത്തര വരെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഗ്ലാസിൻ്റെ മുകളിൽ ചെയ്യാണ്ട് പറഞ്ഞാൽ അതിൻ്റെ ബിഫോർ ആട്ടത് നോക്കിയോളൂ കേട്ടോ. ഒന്നാമത് റോഡ് സൈഡിലുള്ള വീടല്ലേ, നല്ലോണം പൊടി ഉണ്ടാവും, സ്വാഭാവികമാണ്. വീടിൻ്റെ മുകളിലെ സംഗതിയല്ലേ, ഗ്ലാസ്സും അല്ലേ. ഇതാണ് നമ്മളെ ലാസ്റ്റ് വർക്ക് കേട്ടോ. ഈ വീട്ടിലെ ലാസ്റ്റ് ഫിനിഷ് വർക്ക് നമുക്കിതാണ്. നമ്മളൊരുപാട്, അതായത് അടിയിലുള്ള വർക്കുകളൊന്നും നമുക്കില്ല ഈ 2 വീട്ടിലും. ജനവാതിൽ, ഗ്ലാസ്, മറ്റേ ബാത്റൂം, അതൊന്നും നമുക്കില്ല കേട്ടോ. അതൊക്കെ ഒരു വീട്ടിലുള്ള ആൾക്കാർ ചെയ്തിന്. അതായത് അവിടെ വേറെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഈ ഉയർത്തുള്ളൊന്നും ഓല് ചെയ്യൂലാറിന്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. ഈ ഗ്ലാസ് നമുക്ക് മാറ്റാനുള്ള കേട്ടോ. മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഊരി വെച്ചാൽ തൽക്കാലം. ആൻഡ് ബിഫോർ ശരിക്കും കണ്ടോളൂ കേട്ടോ മുത്തുമണികളെ. ഇതിൻ്റെ ഒരു 3 സെക്ഷൻ ഗ്ലാസ്സുകളുള്ളത്. അങ്ങനെ നമ്മൾ ഒരു തൽക്കന്ന് മെല്ലെ തുടങ്ങിയിട്ടോ. നല്ല ശ്രദ്ധിക്കണം, കാരണം വിളക്കിയ അടിയൊക്കെ വീണ ആൾ കാലിയാവും, ഒരു സംശയമില്ല. കാരണം അടിയിലൊക്കെ ഏറ്റവും ടോപ്പിലുള്ള ഗ്ലാസ്സുകളാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധപൂർവ്വം നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ കണ്ടോളൂ മുത്തുമണികളെ, വേറെ ലെവലിലേക്ക് സെറ്റായി കണ്ടോളൂ. ശരിക്കും കണ്ടോളൂ ആഫ്റ്റർ. ഇതാണ് നമ്മളെ ഗ്ലാസിൻ്റെ ആഫ്റ്റർ. അങ്ങനെ മുത്തുമണികളെ നമ്മൾ ഈ ആഫ്റ്റർ കണ്ടുകൂടി. അതിൻ്റെ അടിയുള്ള ചളി നമുക്ക് പോകാൻ കഴിയില്ല കേട്ടോ മുത്തുമണികളെ. അത് ഗ്ലാസിൻ്റെ അടിഭാഗത്തുള്ള പൂപ്പരാട്ടോ. അതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ ഗ്ലാസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഊരി ചെയ്തിട്ട് പിന്നെ വരുതി നന്നാക്കണം.
അത് ഗ്ലാസിൻ്റെ അടിഭാഗത്തുള്ള അത് നമുക്കൊന്നും കാണാനില്ല. നമുക്ക് ഗ്ലാസ് സ്വന്തമായ വർക്ക് ഫുൾ നമ്മൾ സെറ്റാക്കും. ഗ്ലാസ് നമ്മൾ മിയാക്കി അങ്ങനെ നമ്മളെ വൈബ് വർക്ക് ഇതോട് ഫിനിഷാണ്. ആഫ്റ്റർ കണ്ടോട് മുത്തുമണികൾ നിങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ വളരെ വിനീതത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഇനിയും നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തുമണികളെ. ആ കറക്റ്റ് അതിൻ്റെ അടിഭാഗത്താട്ടോ മുത്തുമണികളെ, അതായത് ഗ്ലാസ് ഫിറ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തുള്ളതാണ്. അപ്പോൾ ഓക്കെ മുത്തുമണികൾ, അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. I love it too.